എല്ലാ വർഷവും മലയാള സിനിമ തുടങ്ങുന്നത്, അതായത് ജനുവരിയിൽ തുടങ്ങുന്നത് ഒരു ഹിറ്റ് ചിത്രം കൊടുക്കും. പക്ഷെ അത് ബോക്സ് ഓഫീസിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. ഇപ്പോൾ പോയ വർഷം ഓസ്ലർ ആണെങ്കിലും അതിന് മുമ്പ് സൂപ്പർ ശരണി പോലെ ഈ വർഷം രേഖാചിത്രം അങ്ങനെ ഒരു നല്ല റെസ്പോൺസ് നേടിയ ഒരു ഹിറ്റ് ചാർട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ബോക്സ് ഓഫീസ് വൈസ് അത് കളക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത്ര വലിയൊരു ഇമ്പാക്റ്റിലേക്ക് പോയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഈ വർഷം പ്രതീക്ഷ ഉണ്ടായിരുന്നു, ജനുവരിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന 2 പടങ്ങളാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ തരുൺ മൂർത്തി ചിത്രം തുടരും. അപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ജനുവരി 23 തന്നെ റിലീസുണ്ട്, അതിന് മാറ്റമൊന്നുമില്ല. ഗൗതം മേനോന്റെ പടം സമയത്ത് റിലീസാവുന്ന വലിയ കാര്യമാണ്, റിലീസാവട്ടെ. പക്ഷേ ഹൈപ്പ് എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 പടത്തിനും വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ടീം മനഃപൂർവ്വം ഹൈപ്പ് കൊടുക്കാത്തത് തന്നെയാണ്. കാരണം ഒരു സൈലന്റ് ഹിറ്റ് ആവാൻ സാധ്യതയുള്ള പടങ്ങളാണ് 2. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആണെങ്കിലും ഗൗതം മേനോൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓവർ ദ ടോപ്പ്, അത് ഒരു സംഭവമല്ല, അതായത് ഒരു സൂപ്പർ ഹീറോ, ഒരു അമാനുഷിക പരിപാടിയൊന്നും അല്ല, ഇതൊരു സ്ട്രെയിറ്റ് ഫിലിമാണ്. സോ അത് കണ്ടന്റ് വൈസ് ഹിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ദെൻ തുടരും എന്ന് പറയുമ്പോൾ ബാറോസിന് ശേഷം ലാലേട്ടൻ്റെ ശരിക്കുള്ള തിരിച്ചുവരവെല്ലാം പ്രതീക്ഷിക്കുന്നത് തുടരുവിലാണ്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടരും റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ജനുവരി 30 എന്നുള്ള ഡേറ്റ് മാറ്റി. ജനുവരി 30 റിലീസ് ആവില്ല, കാരണം ഒരുപാട് പോസ്റ്റ് പ്രൊഡക്ഷൻ ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു ജനുവരിയിലൊരു കളക്ഷൻ വൈസ് ആയാലും അത്യാവശ്യം കളക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്ന പടമായിരുന്നു തുടരും. സോ അത് മിസ്സായിട്ടുണ്ട്. പക്ഷെ അത് വിഷയം എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഫെബ്രുവരിയിലേക്ക് പോകുമ്പോൾ, ഫെബ്രുവരിയിൽ ബസ്സൊക്കെ ഉണ്ട്, ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ മാർച്ചിലേക്ക് പോകുമ്പോൾ എമ്പുരാൻ വരുന്നുണ്ട്. എമ്പുരാൻ്റെ ഇത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാനും അവർ ഒരു ഇൻഡസ്ട്രിയുടെ ഹൈപ്പ്, അത്രയും ഹൈപ്പ് ചെയ്യേണ്ട പടമാണ് എമ്പുരാൻ. ഇതുവരെയും അവരുടെ ടീം ലൈക്ക ആണെങ്കിലും ആശീർവാദ് ആണെങ്കിലും ഇറക്കിയ പോസ്റ്ററും ഒരു പ്രൊമോഷനും ഒരു ഹൈപ്പഡ് സോണിലേക്ക് എത്തിയിട്ടില്ല. സോ അവർക്ക് ഫെബ്രുവരി മാർച്ച് ഭയങ്കര ക്രൂഷ്യലാണ് ആ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. സോ അതിൻ്റെ ഇടയ്ക്ക് തുടരും കൊണ്ടിറക്കി കഴിഞ്ഞാൽ 2 സിനിമയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അറിയില്ല, ഇറക്കുന്നെങ്കിൽ ഇറക്കട്ടെ. തുടരും എന്തായാലും ഹിറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ കണ്ടന്റ് വിശ്വസിച്ച് ഹിറ്റാവാനുള്ള സാധ്യതയുണ്ട്. സോ എങ്ങനെയാണെന്നുള്ളത് ബാക്കി കറക്റ്റ് ഡേറ്റ് അനൗൺസ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. സോ എന്തായാലും ജനുവരി 30 തുടരും റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് കറക്റ്റ് പറഞ്ഞ ഡേറ്റ് ജനുവരി 23 തന്നെ എത്തുന്നതായിരിക്കും. സോ അതാണ് ഇപ്പോഴത്തെ ന്യൂസ്. സോ പ്രതീക്ഷിച്ചിരുന്ന ക്ലാഷ് ഒഴിവായിട്ടുണ്ട്. മെയിനായിട്ട് ഈ സൂപ്പർ സ്റ്റാറുകളുടെ പടത്തിന് പോലും പ്രോപ്പർ റിലീസ് കിട്ടാത്തത് ഇൻഡസ്ട്രിയെ പുറമോട്ട് വലിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ മാർക്കോ ഒക്കെ വന്ന് പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കിട്ടിയിരിക്കുന്നത്, അതുപോലെ മഞ്ഞുമൽ ബോയ്സ് വന്ന് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ബിഗ് ഗെയിംസിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഒരു മൂവ്മെൻറ്റും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ലാലേട്ടനാണെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ഫ്ലോപ്പും കാര്യങ്ങളും, നേരല്ലാതെ വേറെ വലിയ ഹിറ്റോ കാര്യങ്ങളൊന്നും ലാലേട്ടനില്ല. അതുപോലെ തന്നെ ഇക്കയാണെങ്കിലും ഹിറ്റ് കിട്ടുന്നുണ്ടെങ്കിലും അത് ബോക്സ് ഓഫീസിലേക്ക് നമ്പർ വരുമ്പം വലുതായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സോ അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസ് പ്ലാനിങ്ങും, ടർബോ തന്നെ ആണെന്നുണ്ടെങ്കിൽ ടർബോയുടെ ഒക്കെ റിലീസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത റിലീസൊക്കെയാണ് ടർബോ. സോ അതൊക്കെ പ്രോപ്പർ പ്ലാൻ ചെയ്ത് റിലീസ് ചെയ്തൊരു പടം ഇൻഡസ്ട്രിയിലെ 2 മെയിൻ സ്റ്റാറുകളുടെ പടം പോലും പ്രോപ്പറായിട്ട് ഇറക്കാൻ പറ്റാത്തതാണ് ഈ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യങ്ങളും കൂടെ ഈ 2025 പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ആ ടീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിഗ് ഗെയിംസിൻ്റെ ഭാഗത്തു നിന്നും മലയാള സിനിമയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാകും. സോ തുടരുവിനെ നല്ലൊരു റിലീസ് ഡേറ്റ് പ്രതീക്ഷിക്കുന്നു. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് നല്ലൊരു ഹിറ്റ് ആവുമെന്ന് കരുതുന്നു. സോ ബാക്കി അടുത്ത അപ്ഡേറ്റുകൾ പറയാം.